ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ആരോപണങ്ങളിൽ മറുപടിയുമായി എം കെ കണ്ണൻ. 100 രൂപയിൽ കൂടുതൽ തനിക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലെന്ന് എം കെ കണ്ണൻ. തന്റെ സാമ്പത്തിക സ്ഥിതി ഇഡി അന്വേഷിച്ചിരുന്നു. ശരത് പ്രസാദ് തന്നെ പുറത്തുവന്ന ഓഡിയോയിൽ സംശയമുണ്ടെന്ന് പറഞ്ഞുവെന്നും എം കെ കണ്ണൻ പ്രതികരിച്ചു. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതൽ ഒരു അക്കൗണ്ട് എനിക്കൊരു ബാങ്കിലില്ല. പിന്നെന്താ എൻ്റെ പ്രശ്നം? ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ശരത് പറയുന്നത്. 5 കൊല്ലം മുമ്പ് ഞങ്ങൾ രാത്രി സംഭാഷണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ? ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്ത് പോയി. ഒരാൾ പോയില്ല. ഒരാൾ പഞ്ചായത്ത് മെമ്പർ, ലോക്കൽ സെക്രട്ടറി, അവൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനില്ല. ഇവൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൻവറിൻ്റെ കൂടെയായിരുന്നു, ഇപ്പോൾ അവൻ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനാണ് ഒരാൾ. രണ്ടാമത്തെ ആളും പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിനെ ഒഴിവാക്കിയ ആളാണ്. ഇവന് ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. എനിക്കറിയില്ല. പറഞ്ഞില്ല, ഒരുത്തൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. അപ്പോൾ അവനൊരു ഓഡിയോ കൊടുത്തു. നിങ്ങൾക്ക് നല്ല മാർക്കറ്റായി. എന്നെ പട്ടി കടിച്ച വാർത്തയല്ല, ഞാൻ പട്ടി കടിച്ച വാർത്തയാണ്. അതപ്പോൾ നിങ്ങൾക്ക് ആവശ്യം. ജെയ്സൺ ശവവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജെയ്സൺ, 5 വർഷം മുൻപ് വന്ന ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെങ്കിലും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഇപ്പോൾ എം കെ കണ്ണന്റെ മറുപടി, അതിൽ പ്രതികരണം എന്താണ് വന്നിരിക്കുന്നത്? ശ്രുതി, CPM-നെ സംബന്ധിച്ചിടത്തോളം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് മറ്റാരുടേതുമല്ല, നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുമായ ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നതോ അതീവ ഗുരുതരമായ വിവരങ്ങളും CPM-ലെ സമുന്നതരായ നേതാക്കൾ വലിയ രീതിയിൽ പണമുണ്ടാക്കി, കോടികൾ ഉണ്ടാക്കി, വലിയ ഡീലർമാരാണെന്ന് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണം നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നു. അതിൽ തന്നെ എം കെ കണ്ണൻ കോടികൾ ഉണ്ടാക്കി അദ്ദേഹം കപ്പലണ്ടി വിറ്റാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം കോടികളുടെ അധിപതിയായി എന്ന ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ AC മൊയ്തീൻ തൃശ്ശൂരിലെ വലിയ കക്ഷികളുടെ വലിയ സമ്പന്നരുടെ ഡീലറാണെന്ന് അതിൽ പറയുന്നു. വർഗീസ് കണ്ടംകുളത്തി എന്ന് പറയുന്ന ഇപ്പോഴത്തെ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വലിയ വലിയ ഡീലുകൾ നടത്തുന്നു എന്ന് പറയുന്നു. അതായത് വലിയ സാമ്പത്തിക ഇടപാടുകൾ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ നടത്തുന്നുവെന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഇരുന്ന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായ ശരത്ത് തന്നെ വ്യക്തമാക്കുകയാണ്. ഇന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് സംബന്ധിച്ച വിശദീകരണം തേടും. ശരത്ത് തന്നെ ഇത് പിന്നീട് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ശരത്ത് തന്നെ നമ്മോട് വ്യക്തമാക്കിയത് കരുവന്നൂർ കേസ് നടക്കുന്ന സമയത്ത് 5 വർഷങ്ങൾക്ക് മുമ്പ് താനും ഡിവൈഎഫ്ഐയുടെ അന്നത്തെ ഭാരവാഹികൾ കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ സംസാരമുണ്ടായതാണ്. തൻ്റെ സംസാരം തൻ്റേത് തന്നെയാണെന്ന് ശരത് പ്രസാദ് സമ്മതിക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ അന്ന് പറഞ്ഞതാണ്. അത് ഇത്തരം റെക്കോർഡ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുക. ഏതായാലും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശരത് പ്രസാദ് നടത്തുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് CPM-നെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ സാമ്പത്തിക ഇടപാടുകൾ, ഡീലർമാർ എന്ന വാക്കാണ്, സഖാക്കൾ എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്. ജില്ലയിലെ ഡീലർമാരായി ഇവിടുത്തെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ, സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രി, നിലവിലുള്ള MLA, അതുപോലെ തന്നെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ CPM-ന്റെ ഡീലർമാരായി മാറുന്നു, വലിയ സമ്പത്തുണ്ടാക്കുന്നു. പാർട്ടിയുടെ ഓരോ തലങ്ങളിൽ ലഭിക്കുന്ന പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു പറയുകയാണ്. അതായത് ഒരു ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്ര പൈസ കിട്ടും, അങ്ങനെ ജില്ലാ കമ്മിറ്റിയിലെത്താൻ 1 ലക്ഷമാകും. ഇത്തരത്തിൽ ഓരോ പാർട്ടി സ്റ്റേജുകളും കടന്നു പോകുമ്പോൾ സമ്പാദിക്കുന്ന പണത്തെക്കുറിച്ചുള്ള കണക്കുകൾ കൂടി ഒരു ജില്ലാ കമ്മിറ്റി അംഗം പുറത്തു പറയുക എന്നത് CPM-നെ സംബന്ധിച്ചോളം ഏറ്റവും ഗുരുതരമായ ആരോപണമാണ്. ഇത് സംബന്ധിച്ച് പ്രാഥമികമായി ശരത്തിനോട് വിശദീകരണം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എം കെ കണ്ണൻ തന്നെ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നു. തനിക്കെതിരെ പൂർണ്ണമായി ED അന്വേഷണം നടത്തിയാണ്, പക്ഷേ അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നടക്കമുള്ള വിശദീകരണങ്ങളുമായി എം കെ കണ്ണൻ രംഗത്തെത്തുന്നത്. അല്പസമയത്ത് അങ്ങനെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. ശ്രുതി.